എന്തുകൊണ്ട് ഐഷ പോറ്റി കോൺഗ്രസ് ആയി? ജയിച്ചത് ഐഷ പോറ്റിയാണ്, ഇത്തവണയും ജയിക്കാൻ പോകുന്നത് ഐഷ പോറ്റിയാണെന്നാണോ? നമുക്ക് കാണാം. ജയിക്കാതിരിക്കാൻ പറ്റില്ല. ബാലകൃഷ്ണനുള്ള വിട്ടുപത്തി പിന്നെയാണോ ബാലഗോപാൽ? സത്യം ജയിക്കും, സത്യം ജയിക്കും. ഇത്രയും തരംതാണ നിലയിൽ അന്ന് ഞാനിട്ട വീഡിയോ ഇന്ന് നിരവധി തവണ ആവർത്തിച്ച് പറഞ്ഞു, എന്നെ ഇങ്ങനെ അവഗണിച്ചാൽ ഐഷ പോറ്റി കൊട്ടാരക്കരയിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകരുത് എന്ന് KN ബാലഗോപാലിന് നിർബന്ധമായി. ഉറപ്പായിട്ടും ഞാൻ എന്തെങ്കിലും ചെയ്തതായിട്ട് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലാന്ന് എനിക്ക് കുറേശ്ശെ തോന്നിയിരുന്നു. ഇപ്പോഴത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അത് ലീഡർഷിപ്പിൻ്റെ അറിവോടെ എന്നെ ഒരു ദിവസം തേജോവധം ചെയ്ത് കളഞ്ഞു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ട്. അതൊരു 2 വർഷം 2.5 വർഷമായി. അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. വിഷമമെന്ന് പറഞ്ഞു, ഒരു തെറ്റുമില്ല. സഖാവ് ഐഷ പോറ്റി എന്നാണ് നാട്ടിലേക്ക് വന്നതെങ്കിലും അഡ്വക്കേറ്റ് ഐഷ പോറ്റിയും ഒക്കെ ഇന്ന് UDF സംവിധാനത്തിന്റെ ഭാഗമായി മാറി. അഡ്വക്കേറ്റ് ഐഷ പോറ്റിയെ കോൺഗ്രസ് ആക്കിയത് ഈ ധനമന്ത്രിയും ഉണ്ട്, ജില്ലാ സെക്രട്ടറി ഉണ്ട്. ഈ BMPC നിലവാരത്തിൽ ഉയർത്താനും ഹൈമാസ്റ്റായിട്ട് വെക്കാനും MLA വേണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയാലും അവർക്ക് അധികാരം കൊടുത്താൽ അവർക്ക് ചെയ്യാൻ സാധിക്കും. എനിക്ക് സത്യത്തിൽ ഇപ്പോൾ വളരെ കംഫർട്ടബിളാണ്. കാരണം കുറേ നല്ല ഫ്രീഡം ഉണ്ട്. മനസ്സുകൊണ്ട് UDF ആയി തീർച്ചയായിട്ടും. പിന്നെ ചിട്ടപ്പെടുത്തിയ വർക്ക് നല്ലതായപ്പോഴും ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മറ്റേ കേഡർ പാർട്ടി പറഞ്ഞാൽ കേട്ടോണം. ഈ പ്രചരണത്തിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു നോമിനേഷൻ കൊടുത്തിട്ട് ഇറങ്ങിയപ്പോൾ നാക്കൊന്ന് ചതിച്ചു. നമസ്കാരം, നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. നേഷൻ ഫസ്റ്റിൽ ഇന്ന് അതിഥി കേരള രാഷ്ട്രീയത്തിന് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരാളാണ് കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥി ex-MLA അഡ്വക്കേറ്റ് ഐഷ പോറ്റി. ex-MLA മാറി MLA ആകാൻ ഇനി കുറച്ച് നാളുകൾ കൂടിയേ ഉള്ളൂ എന്ന് കൊട്ടാരക്കര ഒന്നടങ്കം പറയുന്ന പോലെ തോന്നുന്നു. ഈ ഇലക്ഷൻ്റെ പ്രചരണങ്ങളിലെയൊക്കെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ കോൺഫിഡൻസ് കൂടിയോ കുറഞ്ഞോ? എനിക്കെപ്പോഴും നല്ല കോൺഫിഡൻസാണ്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അവർക്ക് ആ സ്നേഹം ഇപ്പോഴും ഉണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 140 നിയോജക മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണ രീതി കണക്കിലെടുക്കുമ്പോൾ തീവാറുന്ന പോരാട്ടങ്ങൾ നടക്കുന്ന പല മണ്ഡലങ്ങളും കൊല്ലം ജില്ലയിലാണ്. അതും നമുക്ക് ചുറ്റുമാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന കൊട്ടാരക്കരയ്ക്ക് ചുറ്റുമാണ്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ, ജ്യോതികുമാർ ചാമക്കാല പോരാട്ടം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നു. കൊട്ടാരക്കരയിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ കോപ്പുകൂട്ടൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാര്യം ഐഷ പോറ്റി UDFിലേക്ക് പോകുമ്പോൾ UDFിൽ നിന്ന് രശ്മിയെ കഴിഞ്ഞ തവണ ബാലഗോപാലിനെ നേരിട്ട ആളെ BJP ക്യാമ്പിലെത്തിക്കുന്നു. KN ബാലഗോപാൽ മത്സരരംഗത്തേക്ക് വരുന്നു. ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഫീല് കിട്ടുന്നുണ്ട്. ത്രികോണ മത്സരമാണോ എന്താണെന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം. അപ്പുറത്തെ കുന്നത്തൂരും കുണ്ടറയിലും ഒക്കെ വലിയ വലിയ പോരാട്ടങ്ങൾക്ക് വേദിയാകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ കൊട്ടാരക്കര കടക്കുമോ? ഈ ചാനലുകാരൊക്കെ കൊണ്ടുവരുന്ന ഇലക്ഷൻ പോൾ സർവേകളിലെല്ലാം ബാലഗോപാലിനാണ് മുൻതൂക്കം പറയുന്നത്. ചാനലുകളുടെ സർവേ അത് ആരെ പോയി കണ്ടാൽ ചോദിക്കുന്ന അറിയണ്ടേ. ഒരു കാര്യമുണ്ട്, പണ്ട് 2006 ഞാൻ മത്സരിക്കുമ്പോൾ ഇത്രത്തോളം PR വർക്ക് ഇല്ലെങ്കിലും ദൃശ്യമാധ്യമങ്ങൾ ധാരാളമുണ്ട്. സൂര്യ, ഏഷ്യാനെറ്റ് തുടങ്ങി എല്ലാ ചാനൽ, ഇന്ത്യ വിഷൻ എല്ലാം ഉണ്ട്. ഇവരൊക്കെ പോയിട്ട് സാറേ ജയിക്കൂ, മാർക്കറ്റിൽ പോവും, അവിടെ സാറേ, ഞാനും ഇത് കാണുന്നുണ്ട്, പത്രങ്ങളിലും എല്ലാം സാറേ ജയിക്കൂ, ആൾക്കാർ പറഞ്ഞതായിട്ട് പറയും. അതെല്ലാം കഴിഞ്ഞിട്ട് അന്നും എൻ്റെ അടുത്തേക്കൊന്നും ആരും വരുന്നു, ഞാനൊരു ചെറിയ ആളായതുകൊണ്ട് പിന്നെ മൈൻഡ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, വരത്തില്ലായിരുന്നു. അപ്പോൾ ഒരു 2-3 ദിവസത്തെ സ്വീകരണം കഴിഞ്ഞപ്പം ഒരു ചാനലുകാരൻ ഞങ്ങളുടെ സ്വീകരണ വണ്ടി വന്നിട്ട് ചോദിച്ചു, എല്ലായിടത്തും ചെന്നപ്പോൾ സ്ത്രീകളും എല്ലാം പറയുന്നല്ലോ ഐഷ പോറ്റിന്ന്, അതെന്താ അതിൻ്റെ കാരണം? ഞാൻ പറഞ്ഞു, ഞാൻ ജില്ലാ പഞ്ചായത്തിലൊക്കെ ഇരുന്ന് പ്രവർത്തിച്ച് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയും വിശിഷ്യ സ്ത്രീകൾക്ക് വേണ്ടിയും ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും അവർ പറയുന്നതെന്ന്. പക്ഷേ മുഴുവൻ സമയവും സാറേ ജയിക്കൂ, ബൈറ്റ് കൊടുക്കുന്ന സാറേ ജയിക്കൂ. ആ മാർക്കറ്റിൽ ചെന്നാൽ ഒത്തിരി പേര് പറയും. അവസാനം ജയിച്ചത് പക്ഷേ ആരായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ജയിച്ചത് ഐഷ പോറ്റിയാണ്, ഇത്തവണയും ജയിക്കാൻ പോകുന്നത് ഐഷ പോറ്റിയാണെന്നാണോ? നമുക്ക് കാണാം. ജയിക്കാതിരിക്കാൻ പറ്റില്ല. ബാലകൃഷ്ണനുള്ള വിട്ടുപത്തി പിന്നെയാണോ ബാലഗോപാൽ? അങ്ങനെ ഒരു ചോദ്യം മുഖത്തുണ്ട്. ജയിക്കത്തേ ഉള്ളൂ, ജയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഉറപ്പായിട്ടും ജയിച്ചു വരിക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് നല്ല വിശ്വാസമാണ്. സത്യം ജയിക്കും, ധർമ്മം ജയിക്കും, ജനാധിപത്യം ജയിക്കും. ഇവിടെ 2021 തിരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റി പ്രചരണത്തിന് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ
ഒരുപക്ഷെ കൊട്ടാരക്കരയുടെ MLA ആർ രശ്മി ആകുമായിരുന്നില്ലേ? നല്ല പ്രയാസം വരുമായിരുന്നു ഇപ്പോഴത്തെ എതിർ സ്ഥാനാർത്ഥിക്ക്. അതുകൊണ്ട് അവരെല്ലാം ആളാം വീതം വന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ മുന്നിട്ടിറങ്ങിയാലേ പറ്റും. അല്ല, എനിക്ക് ആ ദൃശ്യങ്ങൾ ഓർമ്മയുണ്ട്. കൊട്ടാരക്കരയിൽ ബാലഗോപാലിനൊപ്പം കൊട്ടാരക്കര ടൗണിലൂടെ വോട്ടഭ്യർത്ഥിച്ച് പോകുന്ന ഐഷ പോറ്റിയുടെ ദൃശ്യം ഒരു കൊട്ടാരക്കരക്കാരൻ എന്ന നിലയിൽ എൻ്റെ കൺമുന്നിൽ ഇപ്പോഴും ഉണ്ട്. അത്ര ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചില്ലേ ചിലപ്പോൾ അപകടമാണെന്ന് തോന്നി. ആര് ജയിക്കും ആര് തോക്കുമെന്ന് ഞാൻ പറയില്ല, പക്ഷേ അപകടമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്ന് റിപ്പോർട്ട് കിട്ടിയപ്പം അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് ചെയ്തു. ഈ വീട്ടിൽ നിന്നൊരു വീഡിയോ ചെയ്തു കൊടുത്തു. അദ്ദേഹം കൂടെ പറഞ്ഞു തന്ന അനിയന അത് ചിലതൊക്കെ പറഞ്ഞു തരുമല്ലോ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെ പിന്നെ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ചേർത്ത് ഞാൻ പറഞ്ഞു. ജയിപ്പിക്കണമല്ലോ, നമ്മുടെ ഒരു ഉത്തരവാദിത്തമല്ലേ. മാറി കഴിയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് അടുത്ത ആളിനെ ജയിപ്പിക്കുക. അങ്ങനെ ചെയ്തു കൊടുത്തു. ആ വീഡിയോ പക്ഷേ ഇപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടി അദ്ദേഹം ഇടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാപ്പരത്തം കൂടി നമുക്ക് കാണാൻ കഴിയുന്നു. ഐഷ പോറ്റി ബാലഗോപാലിന് വോട്ട് പിടിച്ചാൽ വോട്ട് കിട്ടുമെന്ന് അവർക്ക് ഇപ്പോഴും തോന്നലുണ്ടാകാം. അതിനാണ് 4 വോട്ട് അങ്ങനെയെങ്കിലും മറിയട്ടെ എന്ന് വെച്ച് ഒരു ലജ്ജയും ഇല്ലാതെ ഇത്രയും തരംതാണ നിലയിൽ അന്ന് ഞാനിട്ട വീഡിയോ ഇന്ന് വളരെയേറെ ഷെയർ ചെയ്തു പോകുന്നുണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഇടയിൽ. ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതോടുകൂടി ചില CPM-ന്റെ ചില കൊട്ടാരക്കരയിലെ ലോക്കൽ നേതാക്കന്മാരൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് വലിയ ഐഷ പോറ്റി ഭയങ്കര എന്തോ വലിയ കുറ്റക്കാരിയായിട്ട് അങ്ങ് ചാർത്തുന്നത് കണ്ടു. 5 വർഷക്കാലം ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നിട്ട് ജില്ലാ കമ്മിറ്റിക്ക് വരാത്ത ഐഷ പോറ്റി, വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കെട്ടിക്കൊണ്ടുവന്ന് ജില്ലാ കമ്മിറ്റി DC ഇരുന്ന് ആഹാരം കഴിക്കുന്ന ഐഷ പോറ്റി ഇത്രയ്ക്ക് ക്രൂരയായിരുന്നു. 15 വർഷക്കാലം കണ്ണിലെ കൺമണിയും ചങ്കിലെ കരളും ഒക്കെ ആയിരുന്നു. ആ പാർട്ടിയുടെ രീതി എന്താണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ എല്ലാം ചെയ്യുന്ന വളരെ ആവേശത്തോടെ പറഞ്ഞുകൊണ്ട് വികസനം വിപ്ലവമാണെന്ന് അവർ തന്നെ പ്രസംഗിച്ച് ഈ ഓരോ പദ്ധതികളും പൂർത്തീകരിക്കുമ്പോൾ ആവേശത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നവർ പാർട്ടി മാറുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇപ്പോഴത്തെ ലീഡർഷിപ്പ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് അതേപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് അവരെല്ലാം. തീർച്ചയായിട്ടും പൊതി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ സുഖമില്ലാതിരിക്കുന്ന സമയത്തെങ്ങാനും കണ്ടതാണോ എന്ന് എനിക്കറിയാം. അല്ലാണ്ട് ഞാൻ DC നിന്നാണ് ഭക്ഷണം കഴിക്കാറ്. പിന്നെ DC-യിൽ 5 വർഷമൊന്നും ഉണ്ടായിരുന്നില്ല. 2021 21 ലാസ്റ്റിലായിരുന്നു ജില്ലാ സമ്മേളനം. ഞാനന്ന് MLA അല്ല. ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ പ്രചരണത്തിന് ഞാൻ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുത്തുകൊണ്ടിരുന്നിട്ട് ആണ് ഞാൻ DC-യിലുണ്ടായിരുന്നു. പക്ഷേ ഈ മാറ്റി നിർത്തൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് ഞാൻ ജില്ലാ സെക്രട്ടറിയോട് ഈ മന്ത്രിയോട് നിരവധി തവണ ആവർത്തിച്ച് പറഞ്ഞു. എന്നെ ഇങ്ങനെ അവഗണിച്ചാൽ പൊതുമണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഞാൻ വരില്ല, എനിക്ക് കമ്മിറ്റിയിൽ വരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആരെയാണെന്ന് വെച്ചാൽ എടുത്തോളാൻ പറഞ്ഞിട്ട് കേട്ടില്ല. അപ്പോഴും ഞാൻ കുറേയൊക്കെ കമ്മിറ്റികൾ DC-യിലൊക്കെ എത്രയോ തവണ അതിൽ കൊടുത്ത റിപ്പോർട്ട് ഞാൻ എൻ്റെ ഇതിലിരിപ്പുണ്ട്. ഓരോ DC-യുടെ ചുമതല അനുസരിച്ച് ചെയ്തത് എൻ്റെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട്. ഓരോ തവണയും മന്ത്രിക്ക് വരെ ഇട്ട് കൊടുത്ത ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങൾ ജനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് ഇരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്തപ്പോൾ ഞാൻ ഇനി ഈ പാർട്ടി പ്രവർത്തിക്കില്ല ഇങ്ങനെയാണെങ്കിൽ, എന്നെ ഇങ്ങനെ അവഗണിച്ച് പോയാൽ അപ്പോൾ എന്ത് അവഗണനയാണെന്ന് അവർ ചോദിക്കുക. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓരോ പദ്ധതികൾ വരുമ്പോഴും ഞാനൊരു ജനപ്രതിനിധിയായിരുന്നെന്നുള്ള, ഞാൻ ഈ പൊതുമണ്ഡലത്തിൽ നിൽക്കണ്ട എന്നുള്ള ഒരു തീരുമാനം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹത്തിനോട് പറഞ്ഞു. മന്ത്രിയോട് നിരവധി തവണ, മന്ത്രിയോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത്. ചെവിക്കൊണ്ടത് പോലും ഇല്ല. മൈൻഡ് ചെയ്തില്ല. അദ്ദേഹത്തിനോട് മുഖത്ത് നോക്കി പറഞ്ഞു 100 വട്ടം. പാർട്ടി അതുപോലെ ഈ പാർട്ടി ഇങ്ങനെയല്ല പോകേണ്ടതെന്ന് ഇവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാലം മാറി, നൂറ്റാണ്ട് മാറി, പാർട്ടിക്ക് നല്ല ക്ലാസ് കൊടുക്കണം, ഇങ്ങനെയല്ല പോകേണ്ടത്, ഇങ്ങനെ അവഗണിച്ചാൽ ഞാൻ ഈ പാർട്ടി പ്രവർത്തിക്കുന്ന ഇവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്. അന്നേരം ഒരു പ്രതികരണവും ഇല്ല. എങ്ങനെയെങ്കിലും ഇവരെ അങ്ങ് പോയി കിട്ടട്ടെ എന്ന് വിചാരിച്ചെന്ന് തോന്നുന്നു. തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന KN ബാലഗോപാലിനെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന കവർ പിക്ചറോട് കൂടിയ ഐഷ പോറ്റി എന്ന് പറഞ്ഞൊരു പ്രൊഫൈൽ ഇപ്പോഴും ഫേസ്ബുക്കിലുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ പാസ്വേഡുകൾ നഷ്ടപ്പെട്ടത് കൊണ്ട് ഉപയോഗിക്കാതെ കിടക്കുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഉപയോഗിക്കാൻ ഇനി പറ്റത്തില്ല. അത് ഞാൻ ഇപ്പോഴേ മാറ്റിയുള്ളൂ. മണ്ടത്തരായിപ്പോയി, നേരത്തെ മാറ്റേണ്ടതായിരുന്നു. അപ്പോൾ ആ പ്രൊഫൈല് അവർ കൈരളി ചാനലിലെ രാജ്കുമാറാണ് എന്നോട് പറഞ്ഞത്, അദ്ദേഹത്തെ ഒന്ന് അനുഗ്രഹിക്കാമോ എന്ന്. ഞാൻ പറഞ്ഞു പിന്നെന്താ, അല്ലേലേ ജയിച്ചു വരണമെന്നല്ലേ നമ്മളായിരുന്നു. തലയെ കൈവച്ച് അനുഗ്രഹിച്ചു കൊടുത്തു. അത് എത്രയോ ബുക്കുകൾ ഇറങ്ങിയതിലെല്ലാം കവർ ചിത്രമാക്കി ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വോട്ട് പിടിക്കാൻ നമ്മൾ വേണം. വോട്ട് കിട്ടി ജയിച്ചു കഴിയുമ്പോൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കരുത്. അത് അദ്ദേഹത്തിന് എൻ്റെ ഇമേജ് കുറഞ്ഞു പോകും. പിന്നെ വേറൊരു കാര്യമുള്ളത്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരുപാട് പേര് ചെല്ലും ജയിച്ചു വന്നപ്പോൾ. കാരണം ഞാനും കൂടെ വോട്ട് പിടിച്ചത്. അപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് പലതിനും ഒരു റിസൾട്ട് ഉണ്ടാവാതെ എൻ്റെ അടുത്തേക്ക് എത്ര പേരാണ് വന്നിട്ടുള്ളതെന്നറിയോ?
അവിടെ ചെന്നപ്പോൾ ഒന്നും നടന്നില്ല. പലതവണ പോയിട്ട് ഒരു പരിഹാരം ഉണ്ടായില്ല. അത് പിന്നെ എനിക്ക് ഉദ്യോഗസ്ഥരെ പലരെയും പരിചയമുള്ളതുകൊണ്ട് ഈ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സോഴ്സ് ഉപയോഗിച്ച് ഡീൽ ചെയ്യുമായിരുന്നു. അതൊക്കെ അറിയുമ്പോൾ നല്ല ദേഷ്യമായിരുന്നു എന്നോട്. ഇത് ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരധികാരം മതി, പഴയ ആളിവിടെ ഒരു അധികാരവും കാണിക്കണ്ട, അവിടെ ഇരുന്നാൽ മതി എന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ള ഒരു വിഭാഗത്തിന് വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യമായ അവസ്ഥ. അങ്ങനെ മടുത്തിട്ടാണ് ഞാൻ പാർട്ടി കമ്മിറ്റിയിലേക്ക് എങ്ങും വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒഴിവാക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ പബ്ലിക്കിനോട് അത് പറഞ്ഞില്ല, പാർട്ടിയിൽ പറഞ്ഞില്ല. അതുകൊണ്ടാണ് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ അവസാന സമ്മേളനം വന്നപ്പോൾ എന്നെ ഒഴിവാക്കിയപ്പോൾ വാർത്തയായപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ഒഴിവാക്കിയെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, ആരാ ഓടി നടക്കുന്നതെന്ന് വെച്ചാൽ പൊക്കോട്ടെ. അതിൻ്റെ ഉള്ളിലെ യഥാർത്ഥ കാര്യം എന്നെ ഇങ്ങനെ ഒഴിവാക്കിയതാണ്. കാലിന് പ്രശ്നം ഉണ്ടായിരുന്നു, മാറിയിരുന്നു. ആ പ്രവർത്തനത്തിനിടയിൽ കിട്ടിയ കുറച്ച് സമ്മാനങ്ങളാണ്, അത് മാറി. പക്ഷേ ഈ കാര്യം കൊണ്ട് എന്നെ ഒഴിവാക്കാൻ പറഞ്ഞിട്ട് അവർ ഒഴിവാക്കാതെ വെച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഇങ്ങനെ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്താലും ഇത്രയും കഠിനാധ്വാനം ചെയ്ത് ഈ മണ്ഡലത്തിൽ ആ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ എൻ്റെ ഒരുപാട് സ്ട്രെയിൻ ഉണ്ടെന്നുള്ളത് നല്ലവണ്ണം ആ പാർട്ടിക്കറിയാം. ഞാൻ തിരിഞ്ഞു നിന്നാൽ ചിലപ്പോൾ അത് തിരിച്ചടിയാവും എന്നുള്ളതുകൊണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞ് മാറ്റി എന്നെ ഒന്ന് ഭയപ്പെടുത്തി. അതായത് സൈബർ ആക്രമണം അല്ലെങ്കിൽ കാരണം പലയിടത്തും കേരളത്തിലെ പല സ്ഥലത്തും പാർട്ടി മാറുന്നവരെ കല്ലെറിയുന്നു, അടിക്കുന്നു, വെട്ടുന്നു, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. സൈബർ ആക്രമണമുണ്ട്. എന്തിനാണ് വെറുതെ പഴയ പാർട്ടിയെ, ഇവിടെ താഴെയുള്ള ഒരു സഹക്കളുമാണ്, മിണ്ടണ്ട, എനിക്കെന്തോ വേണം, എനിക്ക് എൻ്റെ ജോലി നോക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാമാണ് ഇപ്പോൾ അവരെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് എന്നെക്കൊണ്ട് അവർ പറയിപ്പിച്ചതായിപ്പോൾ. എന്തുകൊണ്ട് ഐഷ പോറ്റി കോൺഗ്രസ് ആയി? അതെന്തെന്നറിയോ, ഞാൻ ഒത്തിരി ആൻസർ പറഞ്ഞാണെങ്കിലും ഒരു ക്ലാരിറ്റി തരാനായിട്ട് പറയാം. കാരണം പലപ്പോഴും ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ പഴയ സഖാക്കളും താഴെ തട്ടിലുള്ള ഒരുപാട് സ്നേഹമുള്ള സഖാക്കളെ ഓർമ്മിക്കും. ആ പാർട്ടിയിലിരിക്കുമ്പോൾ ഈ നേതൃത്വത്തിൽ കുറച്ച് പേരുടെ വലിയ ഡീവിയേഷൻ, ഒരു കോർപ്പറേറ്റ് സെറ്റപ്പായി. അവിടെ നേതാക്കളിൻ്റെ ഒരു വിഭാഗം മുഴുവൻ വേറൊരു രീതിയിലേക്ക് പോകുമ്പോൾ താഴെ തട്ടിൽ ഒത്തിരി സ്നേഹമുള്ളവരുണ്ട്, ഞങ്ങളോട് സ്നേഹമുള്ളവരുണ്ട്. അവരെ ഓർക്കുമ്പോൾ ഈ പാർട്ടിയെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അവർക്കൊരു വേദന വരണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അന്നൊക്കെ പറയുമായിരുന്നു, ഈ പാർട്ടിയെ അധികം കുറ്റപ്പെടുത്താതെ തന്നെ ഞാൻ എൻ്റെ കുറ്റമാക്കി എങ്ങിട്ട് പറയും. ഇതിലുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മാറി നിന്നു. തീർച്ചയായിട്ടും അതിലൊന്നും എനിക്കൊരു വിഷമവും ഇല്ല. എന്നും ഒരിടത്തിരിക്കണം എന്നൊന്നുമില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടമാണ്. മാറി ഇലക്ഷനിൽ നിന്ന് മാറ്റി നിർത്തുകയോ അധികാരത്തിലിരിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. അധികാരം നമുക്ക് വേണ്ടിയുള്ളതല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ മാറ്റം വന്നതിന് ശേഷം എതിർ സ്ഥാനാർത്ഥി ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഐഷ പോറ്റി പൊതുമണ്ഡലത്തിൽ വേണ്ടാന്നൊരു രീതി വന്നു. അത് 1-2 ഫംഗ്ഷനിൽ ആദ്യം തുടങ്ങിയപ്പോൾ പങ്കെടുത്തപ്പോൾ ഞാനതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പറയും. ഈ താലൂക്ക് ആശുപത്രിയൊക്കെ തീർന്നു കിടന്ന ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഇങ്ങനെ 90 കോടി അനുവദിപ്പിച്ചതും അന്ന് കഷ്ടപ്പെട്ടു പോയതും എല്ലാം അവിടെ അങ്ങ് വിവരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ആണ് ബാക്കി ഇദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല പറയേണ്ടത്. അദ്ദേഹത്തിന് ഇഷ്ടം, അദ്ദേഹം സഹായിച്ചിട്ടാണ് ഇതെല്ലാം കൊണ്ടുവന്നതെന്നും ഞാൻ എന്തെങ്കിലും ചെയ്തതായിട്ട് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് എനിക്ക് കുറേശ്ശെ തോന്നിയിരുന്നു. ഇപ്പോഴത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ധനമന്ത്രിക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പരിപാടികളൊക്കെ ഞാൻ പത്രവാർത്തയിലൂടെ അറിയുന്നത്. അപ്പോൾ ഓരോ ഫംഗ്ഷനും ധാരാളം പ്രോജക്റ്റ് ഈ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനങ്ങളായിട്ടുണ്ട്. കോവിഡൊക്കെ വന്നുകൊണ്ട് പെരുമാറ്റച്ചട്ടം വന്നുകൊണ്ട് മാറ്റി വെച്ചതാണ്. ഇതെല്ലാം ഇങ്ങനെ നടന്നു എന്ന് പത്രത്തിൽ വരും. അവിടെയുള്ളവർ എന്നെ വിളിച്ചു ചോദിക്കും, സഖാവ് എന്തേ വരാത്ത, നോട്ടീസിൽ പേര് കണ്ടില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറയും. അപ്പം കുറേശ്ശെ എനിക്ക് മനസ്സിലായി നമ്മളെ പതുക്കെ ഈ പൊതുമണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന് മനസ്സിലായിരുന്നു. ഐഷ പോറ്റി കൊട്ടാരക്കരയിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകരുത് എന്ന് KN ബാലഗോപാലിന് നിർബന്ധമായിരുന്നു. ഉറപ്പായിട്ടും അതാണ് ഇപ്പോൾ. ഇനി ഇത് ഞാൻ പറയാതിരുന്നാൽ എന്നെ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കും എല്ലാവരും. ഇത്ര നാൾ പറയാത്ത പുതിയ കഥയൊന്നും അല്ലിത്. പറയണ്ടെന്ന് വെച്ച് വെറുതെ പാർട്ടിയെ കുറ്റപ്പെടുത്തണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മിണ്ടാതിരുന്നതാണ് ഇപ്പോൾ അവർക്കൊരു വളമായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ സത്യം അതല്ല. ഇവിടെയുള്ള താഴെ തട്ടിലുള്ള സഖാക്കൾക്കുൾപ്പെടെ അറിയാവുന്ന, എനിക്ക് മനസ്സിലാവുന്ന, അവർ തന്നെ എന്നോട് പറയാറുണ്ട്, എന്നാലും ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, വിളിക്കണ്ടായിരുന്നോ, ഒരു പരിപാടിയിൽ കൊണ്ടുവന്നല്ല, ഇങ്ങനെയൊക്കെ എന്നോട് സംസാരം. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അവർക്കും തോന്നുന്നുണ്ട്. ഉദാഹരണത്തിന് ആ ചെട്ടിയാരഴിയത്ത് പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന്
മുൻ മെമ്പറുടെ വരെ പേര് നോട്ടീസിലൊക്കെ വെച്ചിട്ട് എൻ്റെ മാത്രം പേര് ഒഴിവാക്കി. അതിന് എന്തൊക്കെ CPIയുടെ നേതാവും CPMൻ്റെ നേതാക്കളും കൂടെ പറയുന്നുണ്ട്. പക്ഷേ അന്ന് DYFI ഉൾപ്പെടെ അവിടെ ബോർഡ് വെച്ചു, നോട്ടീസിലും കല്ലിലും പേരില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിലുണ്ടെന്ന്. എന്നിട്ട് എൻ്റെ ചിത്രവും വെച്ചു. അപ്പോൾ അത് അവരുടെയും കൂടെ ഒരു പ്രതികരണമാണ്. അപ്പോൾ ഇങ്ങനെ ഒഴിവാക്കി, പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇപ്പോഴത്തെ എതിർ സ്ഥാനാർത്ഥിക്കും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ വിഭാഗത്തിനും ഞാൻ പൊതുമണ്ഡലത്തിൽ നിന്നാൽ അവർക്കൊരു ഭീഷണിയാണെന്ന് തോന്നി. കാരണം ഞാൻ ജനങ്ങളുമായിട്ട് എപ്പോഴും ഇടപെടുന്ന ആളാണ്. അദ്ദേഹം ഒരിടത്തിരിക്കുകയും ഞാനും കൂടെ അവിടെ ചെല്ലുകയും ചെയ്താൽ ജനങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും. അത് അദ്ദേഹത്തിന് ഒഴിവാക്കണം. അതിനുവേണ്ടി മാത്രമാണ് എന്നെ മാറ്റി നിർത്തിയെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി. പിന്നെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പാർട്ടി നേതൃത്വത്തെ കുറ്റം പറയുമ്പോൾ താഴെയുള്ള സഖാക്കൾക്ക് ഞാനിങ്ങനെ കുറ്റം പറയുവാണല്ലോ ഇത്രയും നാളെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കാലിന് പരിക്ക് പറ്റി, അത് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ വർക്കിന് പോയപ്പോൾ സ്ലിപ്പ് ചെയ്ത് പറ്റിയതാണ്, അത് ചികിത്സിച്ച് ഭേദമാക്കി. പക്ഷെ അതുകൊണ്ട് ഇങ്ങനെ സൈബർ ആക്രമണം നടത്താൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിർദ്ദേശമാണിത്. അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമോ? ഈ മലപ്പുറത്തോ കോഴിക്കോടോ ഇരിക്കുന്നവർ ഇന്ന് ഞാനൊരു ലൈവ് കൊടുത്തപ്പം തള്ളച്ചി എന്ന് പറഞ്ഞ് വളരെ മോശപ്പെട്ട, യാതൊരു നിലവാരവും ഇല്ലാത്ത, സംസ്കാരശൂന്യമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് തെറി അഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം സൈബർ. ഈ സൈബർ ബുള്ളിംഗ് നടത്തുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ കെ.എൻ. ബാലഗോപാലിന്റെ അറിവോടുകൂടിയാണെന്നാണോ പറയുന്നത്? ഉറപ്പായിട്ടും ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം പറയത്തില്ലേ ഒരു സ്ത്രീയാണത്, സ്ത്രീ സുരക്ഷ ഏറ്റവും കൂടുതൽ പറയുന്ന സർക്കാരാണിത്, ഇത് സ്ത്രീകളെ സുരക്ഷിതമായിട്ട് ഇരുത്തണം എന്ന് പറയുന്ന സർക്കാരാണ്, ഒരിക്കലും നിങ്ങളിങ്ങനെ പറയരുതെന്ന് പറയാനുള്ള ബാധ്യത ധനമന്ത്രിക്കില്ലേ? എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല? അദ്ദേഹം പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുന്നതുകൊണ്ടല്ലേ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നൊരു കാര്യം, അന്ന് ഈ കോൺഗ്രസ്സിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ളൊരു വാർത്ത അന്ന് ഞാൻ ഒരിക്കലും തീരുമാനം ഒന്നുമേ എടുത്തിട്ടില്ല. എല്ലാ പാർട്ടിക്കാരും എന്നെ വിളിക്കുമ്പോഴും ഞാൻ അന്നും പറഞ്ഞല്ലോ, അപ്പോഴും ഒന്നുമില്ല. അപ്പോഴെല്ലാം ഇങ്ങനെ പറഞ്ഞു, ഇപ്പം സഖാവെന്നല്ല, ഇപ്പം എനിക്കെതിരെ ഒരു സൈബർ ആക്രമണവും ഇല്ല, ഒന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ എന്ത് വന്നാലും പ്രയാസം. അപ്പോൾ എനിക്കറിയാതെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ പിന്നീട് അനുഭവിക്കണേ, എന്താണ് അനുഭവിക്കുന്നത്? ഇങ്ങനെ കിടന്ന് പറഞ്ഞാൽ നാട്ടിലുള്ളവർ ഇത് മനസ്സിലാക്കത്തില്ലേ നമ്മളെ? ഈ സൈബർ ആക്രമണം ഇങ്ങനെ വളരെ മോശപ്പെട്ട ഭാഷയിൽ ആ പാർട്ടിയെ തന്നെ ജനങ്ങൾ മനസ്സിലാക്കിക്കോളും. ഐഷ പോറ്റി XMLA 15 വർഷക്കാലം MLA ആയിരുന്ന ആൾ, കൊല്ലം ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആൾ, ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ അനുഗ്രഹിച്ച് കെ.എൻ. ബാലഗോപാലിനെ മന്ത്രിയാക്കുന്നു. പിന്നീട് പൊതുവേദികളിൽ 2 അധികാര സ്ഥാനങ്ങൾ കൊട്ടാരക്കരയ്ക്ക് ആവശ്യമില്ല എന്ന കെ.എൻ. ബാലഗോപാലിൻ്റെ തിട്ടൂരത്തിൽ ഐഷ പോറ്റിയെ പാർട്ടിയുടെയും പൊതുമണ്ഡലത്തിൽ നിന്ന് പാർട്ടി പൂർണ്ണമായി മാറ്റി നിർത്തുന്നു. സ്വാഭാവികമായും തിരുവനന്തപുരത്തേക്ക് പോകണം, അവിടെ ഒരു പരാതി പറയണം. അങ്ങനെ ചെയ്തിരുന്നു പാർട്ടി സെക്രട്ടേറിയറ്റിൽ? അങ്ങനെ പരാതി ഞാൻ ഇവിടെ തന്നെ പറഞ്ഞല്ലോ. ഇദ്ദേഹം പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗം, ഇതിലപ്പുറത്ത് ആരോടാ പറയണ്ടേ? അല്ല, അദ്ദേഹമാണല്ലോ മാറ്റി നിർത്താൻ തീരുമാനിക്കുന്നത്. മാറ്റി നിർത്താൻ ഞാൻ ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി ഒന്നും പിന്നെ തുറന്ന് ഇവിടെ പാർട്ടി ലീഡർഷിപ്പിനൊന്നും ഇതൊന്നും കേൾക്കാൻ സമയമില്ല. എനിക്ക് പരാതി എഴുതി കൊടുത്തുകൊണ്ടിരിക്കാനും ഒന്നും വയ്യ. അവിടെ എന്താ റിസൾട്ട് ഉണ്ടാവുന്നതെന്ന് എത്ര കാലം കൊണ്ട് നമ്മൾ കാണുന്ന. ഈ സഖാവ് പിണറായി വിജയന്റെയും സഖാവ് ഗോവിന്ദൻ മാഷിന്റെയും മുന്നിലേക്ക് ഐഷ പോറ്റിയുടെ പരാതി എത്തിയിരുന്നോ? സിമ്പിൾ ചോദ്യമാണത്. അല്ല, ഞാൻ അങ്ങനെ എഴുതി കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ഈ പറയേണ്ടിടത്ത് പറഞ്ഞു, ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞു. ഞാനൊരു ഏരിയ കമ്മിറ്റി അംഗമേ ഉള്ളൂ. അവസാന സമയം, കുറച്ച് സമയമാണ് 2021-2022 ജനുവരി മുതലാണ് ജില്ലാ കമ്മിറ്റിയിൽ വന്ന് 23-ൽ ഞാനത് ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു ഈ കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ പരാതി എഴുതി കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല. എനിക്ക് ഇഷ്ടപ്പെടാതെ എനിക്കൊരു സ്പേസ് ഇല്ലാത്തടത്ത് ഇരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ പരാതി കൊടുക്കണോ? അവർ ചെയ്യേണ്ടതല്ലേ, മനസ്സിലാക്കേണ്ടതല്ലേ? ഞാൻ എല്ലാ കമ്മിറ്റിയിലും പങ്കെടുക്കുകയും വർഗബഹുജന സംഘടനയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ലോയേഴ്സ് യൂണിയൻ, മഹിളാ അസോസിയേഷൻ ഇതെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കില്ല. അപ്പോഴും ഒരു വിഭാഗം എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഫണ്ട് കളക്ഷൻ 3 തവണ MLA ആക്കിയതല്ലേ, എന്താ ഫണ്ട് ഇങ്ങോട്ട് കളക്ട് ചെയ്താലെന്നാണ് ചോദിക്കുന്നത്. അത് ലീഡർഷിപ്പിൻ്റെ അറിവോടെ എന്നെ ഒരു ദിവസം തേജോവധം ചെയ്ത് കളഞ്ഞു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ട്. അതൊരു 2-2.5 വർഷമായി. അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. എനിക്ക് ഈ സ്ഥാനം ഒന്നും വേണ്ടാന്ന് പറയും. പിന്നെ ഞാൻ മഹിളാ അസോസിയേഷൻ്റെ കമ്മിറ്റിയിലേ പങ്കെടുത്തിട്ടില്ല. പലരും എന്നോട് വിളിച്ച് പങ്കെടുക്കണം, ഇവരെയൊക്കെ ഞങ്ങൾക്കറിയാം, സാരമില്ല, നമുക്ക് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു സാരമുണ്ട്, എനിക്ക് ഇൻസൾട്ട് സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് പറഞ്ഞു. അത് അവിടുത്തെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞ് പലരെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ച് എനിക്കെതിരെ പറഞ്ഞ്. ഞാൻ ഇന്ന് വരെ ഇതൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ല. എന്നെക്കൊണ്ട് ഇതൊക്കെ തുറന്ന് പറയിപ്പിക്കുകയാണ് ആ പഴയ പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതൃത്വം. പാർട്ടി മാറാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിട്ട് ആദ്യം വിളിച്ച നേതാവിൻ്റെ പേരെന്താ?
പാർട്ടി മാറാൻ തീരുമാനിച്ചിട്ട് ഞാൻ അങ്ങനെ നേതാക്കളെ ഒന്നും വിളിച്ചില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ സുധാകരൻ അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വിളിച്ച് പറയുന്നു. അപ്പോഴും പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ എന്നോട് വലിയ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ വിചാരിച്ചു എനിക്ക് ഒത്തിരി ഉപകാരിച്ചിട്ട് പാലങ്ങളെല്ലാം തന്ന, അപ്പോൾ എനിക്ക് സ്നേഹമുള്ള ഒരാളോടെങ്കിലും പറയണ്ടേ, ഞാൻ മാറിയതിൻ്റെ കാരണം ഒന്ന് പറയണമെന്ന് വെച്ച് ഞാൻ വിളിച്ചു. ഞാൻ പ്രതീക്ഷിച്ചത് വലിയൊരു ഫയറിംഗ് ആയിരുന്നു. കാരണം ശരിയായില്ല എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വിഷമമെന്ന് പറഞ്ഞു. ഒരു തെറ്റുമില്ലാന്ന് ഇങ്ങോട്ട് പറഞ്ഞു, ഒരു തെറ്റുമില്ലാന്ന്. ആ സഖാവ് സുധാകരനും സഖാവ് ഐഷ പോറ്റി എന്നാണ് നാട്ടിലേക്ക് വന്നതെങ്കിലും അഡ്വക്കേറ്റ് ഐഷ പോറ്റിയും ഒക്കെ ഇന്ന് UDF സംവിധാനത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ മലമ്പുഴയിലെ UDF സ്ഥാനാർത്ഥി സുരേഷ് ഏട്ടൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി, പോഡ്കാസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നെ കോൺഗ്രസ് ആക്കിയത് MV ഗോവിന്ദൻ മാഷാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. MV ഗോവിന്ദൻ മാഷ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് ഞാൻ വീടിൻ്റെ മുന്നിൽ എഴുതി വെക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. എന്ന് പറയുന്ന പോലെയാണ് അഡ്വക്കേറ്റ് ഐഷ പോറ്റിയെ കോൺഗ്രസ് ആക്കിയത്. ഈ ധനമന്ത്രിയും ഉണ്ട്, ജില്ലാ സെക്രട്ടറി ഉണ്ട്, ഒരു കൂട്ടം അവരോടൊപ്പം നിൽക്കുന്ന ഇവിടുത്തെ ഏരിയ കമ്മിറ്റിയിലെ ഒരു ചെറു നേതൃത്വം, ഒരു കോക്കസ്, ഒരു ഡിസിഷൻ മേക്കേഴ്സാണ്. അതിൽ പ്രധാന പങ്ക് ഇദ്ദേഹം തന്നെയാണ്. നമ്മളെ കോൺഗ്രസ്സിലേക്ക് പണം ഒരു വലിയ ഫാക്ടറാണോ CPM? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് സംവിധാനമാണ് CPM. യൂസ് ആൻഡ് ത്രോ. എത്ര പേര് വേണമെങ്കിലും ഒന്ന് ചോദിച്ചാൽ പറയും. പല കാര്യങ്ങളിലും അവരുടെ എല്ലാം ഉള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിക്ക് കുറേ മൈലേജ് ആയി കഴിയുമ്പോൾ പിന്നെ നൈസായിട്ട് അങ്ങ് മാറ്റി വിടും. 100 കണക്കിന് പേരുടെ പരാതി എന്നോട് തന്നെ പറയുന്നത് അതൊരു വേറൊരു രീതിയായി കഴിഞ്ഞു. അപ്പോൾ പണാധിപത്യം, പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. ഇപ്പം ശബരിമല വിഷയം ആലോചിച്ച് നോക്കിയേ. ഒരു ഭക്തിയില്ല, അമ്പലത്തിൽ പോരുതെന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പ സംഗമം നടത്തുക. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കിയേ. എന്നിട്ട് അവിടെ വിളിക്കുക, മറ്റേ യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ ഇത് വായിക്കുക, പിന്നെ വളരെ ഭക്തരോടൊപ്പമാണെന്ന് പറയുക. അത് നടത്തിയത് മൊത്തം പിന്നെ കറപ്ഷനാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. ശബരിമലയിൽ പ്രസാദം കൊടുക്കുമ്പോൾ കൈകെട്ടി നിന്നവരും ആറ്റുകാലിൽ പൊങ്കാല നടക്കുമ്പോൾ പിന്നിൽ കൈയിട്ട് നിന്നവരും ഒക്കെ ഇലക്ഷൻ എടുത്തപ്പോൾ അതേ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് ചന്ദനക്കുറിയും തൊട്ട് കൈകോപ്പി നിൽക്കുന്ന ദൃശ്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഇരുവിപുരം MLA അടക്കം ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ, ശിവൻകുട്ടി മിനിസ്റ്റർ അടക്കം, വാസവൻ മിനിസ്റ്റർ അടക്കം, ഇത്തരം ദൃശ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമാകുമ്പോൾ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ഹൈന്ദവ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ എല്ലാവരും BJP-കാരൊന്നുമല്ല, ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇത് കണ്ട് ചിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പൊതിച്ചോറ് വിവാദമൊക്കെ കൊണ്ടുവന്നതേ ഐഷ പോറ്റിക്ക് ജാതീയമായി മനുഷ്യരോട് വേർതിരിവുണ്ട് എന്നൊരു ചിത്രം കൊണ്ടുവരാനുള്ളൊരു ഗൂഢ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ചീറ്റിപ്പോയത് അത് അവർ പറയുന്നതല്ലേ. പൊതിച്ചോറും കൊണ്ടുപോയാൽ ചിലപ്പോൾ എനിക്ക് ഈ പണ്ടെങ്ങാനും വയറ് അസുഖം വന്നപ്പോൾ കഞ്ഞിയൊക്കെ ആയിട്ട് പോകേണ്ടി വരും. കാരണം ഒന്നും കഴിച്ചുകൂടല്ലോ, എരിവുള്ളതൊന്നും കഴിക്കരുത്. അങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ വന്ന് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗത്ത് സമയത്ത് ഭക്ഷണം കഴിക്കാൻ വയ്യ. അങ്ങനെ എന്തെങ്കിലും വല്ല പൊതിയോ കൊണ്ടുപോയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ DC ചെന്നാൽ അവിടെ നിന്നാണ്, ചിലപ്പോൾ വീടുകളിൽ ചെന്നാൽ അവർ തന്ന ആ ഭക്ഷണമാണ് കഴിക്കാറ്. അവർ തരുന്ന വെള്ളം കുടിക്കാറുണ്ട്. ഇതൊന്നും ഇവർ കണ്ടിട്ടില്ല. പിന്നെ ചുമ്മാ അങ്ങ് പറഞ്ഞുണ്ടാക്കുക. എന്തോ ഈ 3 തവണ MLA ആക്കി എന്നൊരു പരാമർശത്തെക്കുറിച്ച് പറഞ്ഞു. എനിക്കറിയാവുന്ന ഐഷ പോറ്റി CPM സീറ്റ് തന്നു എന്നുള്ളത് ശരിയായിരിക്കും. പക്ഷേ ജയിച്ചത്, പരാജയപ്പെടുത്തിയത് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു അധികായനെയാണ് മുട്ടുകുത്തിച്ചത്. അത് ഐഷ പോറ്റി എന്ന് പറയുന്നൊരു ബ്രാൻഡ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് പാർട്ടി മറന്നുപോയിട്ടുണ്ട്. അത് തന്നെ ആയിരിക്കും അല്ലേ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സങ്കടം. ഒരു കാര്യമുണ്ട്, ഞാനൊരു വലിയ ആളാണെന്ന് ധരിക്കുന്നില്ല. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ മനസ്സിലാക്കി. അതുകൊണ്ട് ഇന്ന ആൾ ജയിക്കണം എന്ന് അവർ തീരുമാനിച്ചുകൊണ്ടാണ് ബാലകൃഷ്ണപിള്ള സാറ് തോറ്റുപോയത്. ഒരവസരം എനിക്ക് കിട്ടിയത്, അവസരം തരാനേ പറ്റൂ, സ്ഥാനാർത്ഥിയാക്കാനേ ഏത് പാർട്ടിക്കും പറ്റൂ. നന്നായി ഒരു തവണ ജയിച്ചത് കഷ്ടിച്ചാൽ ഞാൻ കേസുമായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തിൽ അതേ ഡിവിഷനിൽ ജയിച്ചു. 102 വോട്ടിന് കഷ്ടിച്ച് ജയിച്ചിടത്ത് അവസരം കിട്ടിയപ്പോൾ നന്നായി പ്രവർത്തിച്ചുകൊണ്ട് പിന്നീട് പബ്ലിസിറ്റി ഇല്ലാതെ 9625 വോട്ടിന് ജയിച്ചു. അപ്പോഴാണ് പാർട്ടി ചിന്തിച്ചത് ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിനെതിരെ എന്നെ നിർത്താമെന്ന്. അന്ന് കൊള്ളായിരുന്നു.
അപ്പോൾ ആ ബ്രാൻഡോ അല്ലെങ്കിൽ എന്താ നിങ്ങളൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ജനകീയ അല്ലെ എൻ്റെ പ്രവർത്തനം കഷ്ടപ്പെട്ട ജോലി ചെയ്ത ആ പ്രവർത്തനം ഉപയോഗിച്ച് ആ പാർട്ടിക്ക് വളരാനുള്ള അവസരമാണെന്ന് വെച്ചിട്ടാണ് അന്ന് എന്നെ സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പോൾ അത് തുടർന്ന് വന്നു. പിന്നെ ആക്കിയില്ലേ എന്ന് ചോദിച്ചാൽ മാറ്റിയാൽ തോക്കുമെന്നോ മറ്റോ പറഞ്ഞു കാണുമോ എന്നറിയത്തില്ല. അല്ലെങ്കിൽ അറിയാം, ഞാൻ ഈ നാട്ടുകാരിയല്ലേ, ഇവിടെയുള്ള ആളല്ലേ, ഇവിടെ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്ന ആളിൻ്റെ നാട്ടുകാർക്ക് ഇഷ്ടമാണ്. നാട്ടിലുള്ള ഒരാളാകുമ്പോൾ ഓടി വന്ന് കാണാം വേറൊരു സ്ഥലത്തേക്കാൾ. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് 3 തവണ തന്നു എന്നുള്ളതല്ലാതെ ജയിക്കണമെങ്കിൽ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കണം. ആ കഠിനാധ്വാനത്തിൻ്റെ വില ആ പാർട്ടി ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അത് പാർട്ടിയുടെ എന്തോ മെച്ചം കൊണ്ടാണ്. ഒറ്റ പഞ്ചായത്തുണ്ടായിരുന്നു ഇവിടെ. ഈ കൊട്ടാരക്കര പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആക്കിയത് UDF ആണ്. എന്നും UDFനൊപ്പം നിന്നതാണ് ഈ മണ്ഡലം. പിന്നെ മണ്ഡലം മാറ്റിക്കൊണ്ട് LDF ആയെന്ന് പറഞ്ഞാലേ എങ്ങനെയാണ്? എഴുകോൺ നാരായണൻ MLA 2 തവണ തുടർച്ചയായിട്ട് പഴയ ഈ LDF മണ്ഡലമാണെന്ന് പറയുന്ന നെടുവത്തൂരിൽ നിന്ന് ജയിച്ചു വന്ന ആളാണ്. ഞാൻ ജയിക്കുന്നതിന് തൊട്ട് മുമ്പ്, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പൊക്കെ ജയിച്ചു വന്നു. ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ രാഘവൻ അദ്ദേഹം കഷ്ടിച്ച് ജയിച്ചതേ ഉള്ളൂ, കഷ്ടിച്ച ആ LDF മണ്ഡലത്തിൽ. പിന്നെ എപ്പോഴാണ് ഇത് ഇത്രയും ഭൂരിപക്ഷം ആയതെന്ന് ആ പാർട്ടി പരിശോധിക്കട്ടെ. ഓക്കെ, സമയക്കുറവുണ്ട് എന്ന് എനിക്കറിയാം, എങ്കിലും കുറച്ച് വികസനം കൂടി ചർച്ച ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കൊട്ടാരക്കരയിൽ ഇന്ന് കാണുന്ന വികസനത്തിൻ്റെ മുഴുവൻ അപ്പോസ്തലൻ KN ബാലഗോപാൽ എന്ന കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഞാൻ പറയുന്നതല്ല, അദ്ദേഹം തന്നെ പല ഇൻസ്റ്റാഗ്രാം പേജുകളിലും പല സോഷ്യൽ മീഡിയ ചാനലുകളിലും ഒക്കെ വന്നിരുന്ന് പറയുന്നതാണ്. വലിയൊരു PR സ്റ്റണ്ടിൻ്റെ കേന്ദ്രമായി ഈ കൊല്ലം ജില്ലയിലെ പല മണ്ഡലങ്ങളും മാറുന്നുണ്ട് എന്നുള്ളതാണ്. കൊട്ടാരക്കരയിൽ ആദ്യ 5 വർഷം എണ്ണി പറയാവുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ് ഐഷയെ പറ്റിയത്? ആദ്യ വർഷം MLA മാത്രമായിരുന്നപ്പോൾ ചെയ്തത് തന്നെ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നതേ പറയാൻ പറ്റൂ. ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല ഇവിടെ, അത് കൊണ്ടുവന്നു. ആ കാലത്ത് തന്നെ കൊണ്ടുവന്ന് പ്രവർത്തനം ആരംഭിച്ചു. സിവിൽ സ്റ്റേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 2 പ്രശ്നങ്ങൾ അവിടെ കോടതികളിലൂടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇതിനെയെല്ലാം ഈ ഓഫീസുകളെ മാറ്റി സ്ഥാപിക്കുക എന്നൊരു കഠിന ജോലി ഉണ്ടായിരുന്നു. അത് മുഴുവൻ ചെയ്തു. വലിയ പ്രവർത്തനം നടത്തി. കോടതി സമുച്ചയം കൊണ്ടുവന്നു. സ്ഥലം ലഭ്യമാക്കി 2007. അവിടെ കോടതി സമുച്ചയം ഈ 5 വർഷത്തിനുള്ളിൽ പണിഞ്ഞ് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. മനോഹരമായ എല്ലാ സൗകര്യങ്ങളും കൂടി കോടതി കെട്ടിടം ഇന്ന് കൊട്ടാരക്കരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ജില്ലാ സിവിൽ സ്റ്റേഷൻ്റെ പണി ആരംഭിച്ചു. സൈറ്റ് ക്ലിയർ ചെയ്ത് റൂറൽ SP ഓഫീസ് കേരളത്തിൽ 2 വന്നു. തൃശ്ശൂരിലും കൊല്ലം ജില്ലയ്ക്കും അനുവദിച്ചു. അത് കൊട്ടാരക്കര തന്നെ കൊണ്ടുവന്നു. ഫസ്റ്റ് ട്രെയിനിങ് ചെയ്ത. പിന്നെ സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഒരു ഘട്ടം കെട്ടിടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ VSന്റെ കാലത്ത് അന്ന് അദ്ദേഹത്തോട് പോയി പറഞ്ഞാലും അന്നത്തെ മന്ത്രിമാരോട് കിഫ്ബി ഒന്നും ഇല്ല. ഇതെല്ലാം പൂർത്തീകരിച്ചു. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അന്നത്തെ സ്ഥിതി ഒന്ന് കാണണം. കാട് മൂടി ഒരു പൊളിഞ്ഞ ഷെഡുമായിട്ട് ആ റോഡ് സൈഡിലിരുന്ന് വീതിയില്ലാത്ത സ്ഥലം അത് പൊളിച്ചു മാറ്റി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കി പൂർത്തീകരിച്ചു. ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ അത് പൂർത്തീകരിച്ചു. ഏറ്റവും വലിയ വികസനം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ അതാണ് പറയാം. കാരണം എൻ്റെയൊക്കെ മനസ്സിൽ കുഞ്ഞുനാളിൽ അമ്മയുടെ കൈയും പിടിച്ച KSRTC ബസ്സിൻ്റെ സൈഡിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ കാട് പിടിച്ച സ്ഥലത്തിനിടയിലൂടെ കാണുന്ന ഒരു കൽക്കെട്ടിനുള്ളിൽ ഒനീഡയുടെ ഒരു കൊമ്പം വീശി വെച്ച ചെകുത്താൻ്റെ പടമുള്ള ഒരു ഒനീഡയുടെ പരസ്യമുള്ള KSRTC ഗ്യാരേജ് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ചെറുപ്പത്തിലാണ് അത് പൊളിച്ചവിടെ KSRTC ഷോപ്പിംഗ് കോംപ്ലക്സ്. അന്ന് തമ്പാനൂരോ തിരുവല്ലയിലോ കോട്ടയത്തോ ഒന്നും ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇല്ല. അതുകൊണ്ട് ആദ്യത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് കൊട്ടാരക്കരയിലായിരുന്നു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിച്ചു. ഈ പഴയ ലോട്ടസ്, അതായത് ആദ്യ തവണ നിയമസഭയിലേക്ക് എത്തിയ ഒരു നിയമസഭാംഗത്വത്തിൻ്റെ വികസനങ്ങളാണ് എണ്ണി പറയുന്നത്. ഈ കോടതി സമുച്ചയം, ഫയർ സ്റ്റേഷൻ, KSRTC ഷോപ്പിംഗ് കോംപ്ലക്സ്. നഗരത്തിലത് മാത്രം പറയാം, കൊട്ടാരക്കര ടൗണിലത് മാത്രം പറയാം. പിന്നീട് സിവിൽ സ്റ്റേഷന് തറക്കല്ലിട്ട് പണി ആരംഭിക്കുന്നു. എക്സൈസ് ഓഫീസിന്റെ പണി ആരംഭിച്ചെങ്കിലും കേസിൽ കുരുങ്ങി, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കേസിൽ കുരുങ്ങി. ഇപ്പോൾ നഗരത്തിൽ മാത്രം, കൊട്ടാരക്കര ടൗണിനുള്ളിൽ മാത്രം കോടികളുടെ വികസനം. ശരി, ഇനി ഇത് 20 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ. 20 വർഷങ്ങൾക്ക് ഇപ്പുറം കഴിഞ്ഞ 5 വർഷം KN ബാലഗോപാൽ കൊട്ടാരക്കര നഗരത്തിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്? ഞാൻ കാണുന്നത്, ഞാൻ ചെയ്തതിൻ്റെ എല്ലാം PR വർക്ക് നടത്തി അദ്ദേഹം കൊണ്ടുവന്നതായിട്ട് കാണിക്കുന്നതാണ് കാണുന്നത്. കാരണം അതിനെല്ലാം തെളിവുള്ളതാണ്. കഴിഞ്ഞ ടേഡിൽ ഞാൻ ചെയ്തു വെച്ച പാലങ്ങൾ, അതിൻ്റെ ചെറിയ ഭാഗം ഈ കോവിഡൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു മിനുക്കുപണികളൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ പുതിയതായിട്ട് എന്ത് കൊണ്ടുവന്നു എന്നുള്ളത് കാണിക്കാൻ ഒരു വർക്ക് നിയർ ഹോം കൊണ്ടുവന്നെന്ന് പറഞ്ഞു. പിന്നെ ഒരു IT
കമ്പനി കൊണ്ടുവന്ന് അതിന് തറക്കല്ലിട്ടു. 5 വർഷം മുമ്പേ ഇവിടെ ബൈപ്പാസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പോഴും അതൊന്നും ആയിട്ടില്ല. അല്ല, ഞാൻ പൂർത്തീകരിച്ച പദ്ധതിയെ പറ്റി ചോദിക്കുന്നു. പൂർത്തീകരിച്ച പദ്ധതി ഇവർ പറയുന്ന ഒരു ആധുനിക നഴ്സിംഗ് കോളേജ് കൊണ്ടുവന്ന് ആ ഡയറ്റിൻ്റെ ഇതിൽ. പിന്നെ ഞാൻ ഇരുന്നപ്പോൾ തന്നെയാണ് ഫസ്റ്റ് ട്രെയിനിൽ തന്നെ തുടങ്ങി വെച്ചതാണ് ഒരു കോളേജിന് വേണ്ടിയുള്ള IHRD കോളേജിന് വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഭാഗത്ത് 4 കോടിയിലധികം രൂപ മുടക്കി ഒരു മൾട്ടി സ്റ്റോറിയുടെ ബിൽഡിംഗ് പണിഞ്ഞു. അവിടെ ഒരു കോളേജ്, അതിൻ്റെ പ്രാഥമിക നടപടി ഞാനിരിക്കുമ്പോൾ തന്നെ തുടങ്ങിയിരുന്നു. അത് കൊണ്ടുവന്നു. പിന്നെ പണി പൂർത്തീകരിച്ച് ഞാനൊക്കെ ഇരുന്നപ്പോൾ തന്നെ കുറേ ഫണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2-3 റോഡുകൾ ചിലപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടാകാം. അല്ലാതെ ഒന്നും ഞാൻ കാണുന്നില്ല. അദ്ദേഹം വികസന നായകൻ എന്ന നിലയിൽ കൊട്ടാരക്കരയ്ക്ക് ഒരുപാട് പദ്ധതികൾ ബഡ്ജറ്റുകളിൽ പ്രഖ്യാപിച്ചു. പക്ഷേ കണ്ണിന് നഗരത്തിൽ കാണാൻ പറ്റുന്ന, എൻ്റെ കണ്ണിൽ കാണുന്നൊരു പദ്ധതി, കൊട്ടാരക്കാരൻ എന്ന നിലയിൽ ഒരു ആധുനിക മത്സ്യ വിപണന കേന്ദ്രം പണി കഴിപ്പിക്കുന്നതിനായി പണി പൂർത്തീകരിച്ചിട്ടില്ല. മുന്നിൽ മാത്രം പെയിൻ്റൊക്കെ അടിച്ച് ബോർഡൊക്കെ വെച്ച് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. പിന്നൊരു ബാക്കിയുള്ളതെല്ലാം കോന്നിയിൽ നിന്ന് കൊണ്ടുവന്ന തറക്കല്ലുകളിൽ ഒതുങ്ങുന്നതായിട്ടാണ് കാണുന്നത്. പദ്ധതികൾ വരുമായിരിക്കാം കേട്ടോ. പക്ഷേ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ഞാനൊരു കമ്പാരിസണാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി നിയമസഭയിലേക്ക് വന്ന ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ MLA ആയപ്പോൾ ഇത്രയധികം കെട്ടിടങ്ങളും ഇത്രയും അധികം വികസനങ്ങളും കൊട്ടാരക്കരയ്ക്ക് ചെയ്യാൻ സാധിച്ചെങ്കിൽ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് മന്ത്രിസഭയിലെ 2ാമന് നഗരത്തിൽ പറയാനുള്ളത്, അദ്ദേഹം വന്നൊരു റീലിൽ പറയാണ്, വിവിധ ഭാഗങ്ങളിൽ ഞാൻ ഹൈമാസ്റ്റ് ലൈറ്റ് വെച്ചു, ചില റോഡുകൾ BMBC നിലവാരത്തിൽ ഉയർത്തി. ഈ BMBC നിലവാരത്തിൽ ഉയർത്താനും ഹൈമാസ്റ്റ് ലൈറ്റ് വെക്കാനും MLA വേണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയാലും അവർക്ക് അധികാരം കൊടുത്താൽ അവർക്ക് ചെയ്യാൻ സാധിക്കും. കൊട്ടാരക്കര നഗരത്തിൽ കാണത്തക്ക രീതിയിലുള്ള ഒരു വികസനവും കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു ഇവിടുത്തെ വോട്ടർ എന്ന നിലയിൽ എനിക്ക് വിലയിരുത്താൻ സാധിക്കും. ഉറപ്പായിട്ടും ഉണ്ടായിട്ടില്ല. നല്ലൊരു 15 കൊല്ലം പിന്നോട്ട് പോയി. ഇനി ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഈ നിന്നുപോയത് താലൂക്ക് ആശുപത്രി കാണണം. ഒരു ദുരന്ത ഭൂമി പോലെ കിടക്കുക. അവിടെ ഭയങ്കര പരാതി. അവിടെ പുതിയ കെട്ടിടം ഉയർന്നിട്ടുണ്ടല്ലോ. അത് ആ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നേരത്തെ തീർന്നതല്ലേ. അതല്ലാതെ ഒന്നും വന്നിട്ടില്ല. ബാക്കിയെല്ലാം ഉയർന്ന പാതി വഴിക്ക് നിൽക്കുകയല്ലേ. ഇപ്പൊ കോൺട്രാക്ടർ ഇട്ടിട്ട് പോയി. മരണപ്പെട്ട ഡോക്ടറുടെ പേരിൽ പണിത കെട്ടിടം അത് ഞാൻ ഇരുന്നപ്പോ പേരെഴുതി വെച്ചത് ഇപ്പോഴാ. ഒരു കെട്ടിടം പൂർത്തീകരിച്ചു. മെമ്മോറിയൽ ബിൽഡിംഗ് ഐഷ പോറ്റിയുടെ ഫണ്ടായിരുന്നു. സംശയമുണ്ടോ അതിന്? അതല്ല, ആ പടത്തിൽ തന്നെ ശൈലജ ടീച്ചർ കല്ലിട്ട് ഞങ്ങൾ ഇരുന്നപ്പോൾ ചെയ്ത് പൂർത്തീകരിച്ചിരുന്നതല്ലേ. അതിൻ്റെ ചെറിയ മിനുക്ക് പണി അതെന്താണെന്ന് വെച്ചാൽ പെരുമാറ്റച്ചട്ടം വന്നുകൊണ്ട് അന്നേരം പിന്നെ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അത് മാത്രം ഉദ്ഘാടനം ചെയ്ത പേരെഴുതി വയ്ക്കുന്നതിന് പ്രയാസമൊന്നുമില്ലല്ലോ ഒരു പുതിയ കെട്ടിടത്തിൽ. ബാക്കിയുള്ളതെല്ലാം പാതി വഴിക്ക് നിന്ന് കിടക്കുകയല്ലേ. വിദ്യാഭ്യാസ സമുച്ചയത്തിന് പണം വെച്ചത് ഞാനിരുന്നപ്പോഴാണല്ലോ. അതവിടെ കിടക്കും. ഒരു ഹെലിപാഡിൻ്റെ ആവശ്യമുണ്ടോ? കൊട്ടാരക്കരയിൽ ഒരു ഹെലിപ്പാഡ് ആവശ്യമുണ്ട്. എന്താണെന്നറിയോ? ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലും സെന്റ് ഗ്രിഗോറിയസ് ഗ്രൗണ്ടിലും പലപ്പോഴും വരുന്ന അവിടെയൊക്കെ ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ടുള്ളതാണ്. പലപ്പോഴും എല്ലാവരും വരുമ്പോൾ അവിടെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നാലും വേറെ VIPs വന്നാലും ഇറങ്ങാറുണ്ട്. പിന്നെ ഒരു ഹെലിപ്പാഡ് വരുന്നതല്ല. ചിലപ്പോൾ ആശുപത്രിയിലൊക്കെ ഇവിടെ വലിയ ചികിത്സയൊന്നും കിട്ടാത്തപ്പോൾ പെട്ടെന്ന് വല്ല ഹാർട്ട് മാറ്റി വയ്ക്കലോ വല്ലതും വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഹെലികോപ്റ്റർ വന്ന്. അതെ, മാത്രമല്ല സോഹോ കമ്പനി, അങ്ങേക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. സോഹോ കമ്പനിയുടെ മുതലാളിക്ക് ഇടയ്ക്കിടയ്ക്ക് പറന്നിറങ്ങാൻ ഒരു ഹെലികോപ്റ്റർ കൊട്ടാരക്കരയിൽ ആവശ്യമാണ്. പിന്നെ വേണേ മുഖ്യമന്ത്രിക്ക് ഒന്ന് ഇറങ്ങിക്കൂടെ? പുതിയ മുഖ്യമന്ത്രിക്കാണോ വരാൻ പോകുന്ന? പുതിയ മുഖ്യമന്ത്രിക്ക് അല്ല, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് തൽക്കാലം വേണമെങ്കിൽ ഇലക്ഷൻ പ്രചരണത്തിന് പറഞ്ഞെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചുകൂടായിരിക്കും. അല്ല, ആർക്കായാലും ശരി, ഇനി വരുന്ന മുഖ്യമന്ത്രി എന്തായാലും ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളാവത്തില്ല. UDFന്റെ മുഖ്യമന്ത്രി ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ വേണ്ടി വരത്തില്ല. എന്തായാലും ശരി, ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് പരിഹരിക്കേണ്ടത്. എല്ലാം വരുന്നത് നല്ലതാണ്. ഹെലിപ്പാഡ് എന്നല്ല, അന്താരാഷ്ട്ര മോഡലിൽ കൊട്ടാരക്കര വരുന്നത് നല്ലതാണ്. സ്കിൽ പാർക്ക് അന്താരാഷ്ട്ര സ്ഥാപനമാണ്. അത് ഉപയോഗപ്പെടുത്തുന്നില്ലല്ലോ. ഞാനിരുന്നപ്പോൾ കൊണ്ടുവന്നതല്ലേ. 13 കോടിയുടെ ഏറ്റവും നല്ല സ്ഥാപനം. അതുപോലും ഫലപ്രദമാക്കാതെയല്ലേ ഈ കമ്പനി. ഈ ഇലക്ഷൻ അടുത്ത സമയത്ത് കൊട്ടാരക്കരയിൽ മറ്റേ ജയിലിന്റെ മുന്നിൽ ചെന്നിട്ട് ജയിൽ എങ്ങോട്ടോ മാറ്റുമെന്നോ അവിടെ എന്തൊക്കെയോ പണിയുമെന്നോ ഒക്കെ പറയുന്നുണ്ട്. ഇലക്ഷൻ അടുക്കുമ്പോഴാണോ ഈ കല്ലുടലിനെ കുറിച്ചും ഉദ്ഘാടനത്തെ പറ്റിയൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എങ്കിലും സോഷ്യൽ മീഡിയ ചാനലുകൾ തുറന്നാൽ ബാലഗോപാൽ കോടികളുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, 4 കമ്പിയും കുറേ ഷീറ്റുമാണ് അവിടെ കാണാനുള്ളത്, കോടികളുടെ മത്സ്യ മാർക്കറ്റ്, ഇത് ഇങ്ങനെയാണ് പറയുന്നത്. ഐശ്വര്യ ഇവിടെ ഒന്നും ചെയ്തില്ല. അവർക്ക് പെൻഷനുണ്ട്, പെൻഷൻ എമൗണ്ട് വരെ പറയുന്നുണ്ട് കേട്ടോ. ജനങ്ങൾ 40,000 രൂപ പെൻഷൻ വാങ്ങുന്നുണ്ട്. അവർ അഡ്വക്കേറ്റാണ്. അവർ പിന്നെ എന്തിനാണ് മത്സരിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. 40,000 രൂപ 30,000 രൂപയാണ് പെൻഷനുള്ളത്. അദ്ദേഹം പാർട്ടിയിൽ മത്സരിക്കാതെ MP ആയിരുന്ന പെൻഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണ്. അത് പാർട്ടി കൊടുക്കുന്നതാണോ എന്ന് അറിയട്ടെ. പാർട്ടി തന്ന പെൻഷനല്ലേ എന്ന് എന്നോട് ചോദിച്ചാൽ, ഇത് ഈ ലോകത്തിൽ ഈ നൂറ്റാണ്ട് മാറി എന്നുള്ളത് സഖാക്കളെ ഒന്ന് പഠിപ്പിച്ചു വിടുന്നത് നല്ലതാണ്. ഇങ്ങനെ പറയാതെ, ഇതെല്ലാ മനുഷ്യർക്കും ഉള്ളതല്ലേ. ഞാനൊക്കെ നല്ല പ്രാക്ടീസ് ചെയ്ത് നല്ല ഇൻകം ഉണ്ടായിരുന്ന ആളാണ്. അതൊക്കെ ഇപ്പം മാറിപ്പോയല്ലോ.
അപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധമില്ലാതെ എന്തും പറയാമെന്നുള്ള ഒരു പ്രചരണം നടത്തി പോകുന്നു എന്നുള്ളതല്ലാതെ അതിനകത്ത് യാതൊരു കഴമ്പുമില്ല. എല്ലാവർക്കും ഉള്ളതാണ് പെൻഷൻ, MLA മാർക്കും MP മാർക്കും. അത് ഈ പറയുന്ന എതിർ സ്ഥാനാർത്ഥിയും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മന്ത്രി ആയതുകൊണ്ട് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് രണ്ടും കൂടെ വാങ്ങാൻ പറ്റില്ലെന്ന്. അത് ഇപ്പോഴത്തെ ഗവൺമെൻറ് അത് നിർത്തലാക്കിയതുകൊണ്ട് ഏതെങ്കിലും ഒന്നേ ഓപ്റ്റ് ചെയ്യാൻ പറ്റൂ. അതാണ് അതിൻ്റെ അവസ്ഥ. അത് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന കാര്യമാണ് ഈ പറഞ്ഞു പരത്തുന്നത്. മനസ്സുകൊണ്ട് UDF ആയി. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് പൊതുവിൽ? അതായത് മറ്റൊരു രീതിയാണ് CPM-ൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്ന രീതികളോ സംഘടനാ സംവിധാനമോ ചട്ടക്കൂടോ ഒന്നുമല്ല UDF-ൻ്റേത്. UDF-ൻ്റേത് മറ്റ് രീതികളിലൂടെ പോകുന്നതാണ്. ഇതിനെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏതാ ബെറ്ററായിട്ട് തോന്നുന്നത്, കംഫർട്ടബിളായി തോന്നുന്നത്? എനിക്ക് സത്യത്തിൽ ഇപ്പോൾ വളരെ കംഫർട്ടബിളാണ്. കാരണം കുറേ നല്ല ഫ്രീഡം ഉണ്ട്. പിന്നെ ചിട്ടപ്പെടുത്തിയ വർക്ക് നല്ലതാണ് എപ്പോഴും. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, മറ്റേ കേഡർ പാർട്ടി പറഞ്ഞാൽ കേട്ടോണം, അല്ലെങ്കിൽ നേതാക്കൾ വന്ന് ഭയങ്കരമായിട്ട് ഫയർ ചെയ്തിട്ട് കയറിയോ വന്നോ ചെയ്തോ ഇങ്ങനെ അന്വേഷിക്കും. ഇവിടെ കുറേ കൂടെ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അത്രത്തോളം ആരും അന്വേഷിക്കത്തില്ല എന്നുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് നല്ലതാണ് ഇലക്ഷനിലൊക്കെ എന്ന് വിചാരിച്ച് ഇവിടെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ടീമായിട്ട് ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ട് രീതികളും രണ്ട് രീതിയാണ്. രണ്ട് പാർട്ടിയും രണ്ട് രീതിയിലുള്ള വർക്കാണ്. ഈ പ്രചരണത്തിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു നോമിനേഷൻ കൊടുത്തിട്ട് ഇറങ്ങിയപ്പോൾ നാക്കൊന്ന് ചതിച്ചു. അത് ഇപ്പോഴും അവർ ട്രോൾ വീഡിയോ ആക്കി ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നുണ്ട്, BJP-യും പ്രചരിപ്പിക്കുന്നുണ്ട്. മനസ്സിലെ ആ കൈപ്പത്തി എന്ന് പറയുന്ന ചിഹ്നം പറയുന്നതിന് മുമ്പ് ആയിലൊന്ന് നാക്ക് പോയി, ആയിലേക്ക് പോയിട്ടാണ് കൈപ്പത്തിയിലേക്ക് പോയത്. എന്താ സംഭവിച്ചത്? അത് അരിവാളല്ല എന്ന് പറയാൻ വന്നപ്പോൾ അത് പറഞ്ഞാലും കുഴപ്പമാവുമോ എന്ന് വെച്ച് പെട്ടെന്ന് അങ്ങ് നിർത്തി. അരിവാളല്ല എന്ന് പറയാൻ കൂടി വന്നതാ, കൈപ്പത്തിയാണ് എന്ന് പറയാൻ വന്നത്. പക്ഷേ അരി വരെ പറഞ്ഞപ്പോൾ പിന്നെയും ഞാൻ വിചാരിച്ചു ഈ ട്രോളിംഗ് ഉണ്ടല്ലോ, അപ്പോൾ എന്ത് പറഞ്ഞാലും ചിലപ്പം അതിനെ ഇട്ടുകൊണ്ട് അത് മാത്രം എടുത്ത് ട്രോൾ ചെയ്യുവാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ എതിരാളികൾ. അപ്പോൾ അത് അവിടെ നിർത്തി, അപ്പോൾ അതും ട്രോളായി. അത്രേ ഉള്ളൂ കാര്യം. ഈ കൊട്ടാരക്കരയ്ക്കൊരു വല്ലാത്ത ഐശ്വര്യമുണ്ട്. വല്ലാത്തൊരു ഐശ്വര്യമുണ്ട്. കാരണം കൊട്ടാരക്കരയ്ക്ക് കുറേ പ്രത്യേകതകളും കുറേ അഹങ്കാരവും, മാനസികമായ അഹങ്കാരവും ഞങ്ങൾ കൊട്ടാരക്കരക്കാർക്കൊക്കെ ഉണ്ട്. ആയിഷാപ്പൂറ്റിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും കാരണം ഈ ഉത്സവം വന്നാൽ KSRTC ബസ്സിനെ നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിക്കുക, ശബരിമല സീസൺ വന്നാൽ പമ്പയിലേക്ക് ആദ്യത്തെ ബസ് കൊട്ടാരക്കരയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുക, ഏതൊരു മന്ത്രിസഭ ഉണ്ടായാലും അതിലൊരു മന്ത്രി കൊട്ടാരക്കരയിലെ MLA ആയിരിക്കുക. ആർ ബാലകൃഷ്ണപിള്ളയുടെ കാലം തൊട്ട് ഇങ്ങോട്ട് അതിനൊരു ഒരു മുടക്കം വന്നത് 15 വർഷക്കാലങ്ങളിൽ ഐഷാപ്പൂറ്റിയെ CPM കാണാതെ പോയപ്പോഴാണ്. ആ പരാതി, ഐഷാപ്പൂറ്റിയെ സ്നേഹിക്കുന്ന, ഐഷാപ്പൂറ്റിയെ മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ജനങ്ങളിലേക്കുള്ളൊരു പരാതി, അർഹിക്കുന്നൊരു പോസ്റ്റ് ഉണ്ടാകണമെന്നൊരു പരാതി ഇത്തവണ മാറുമെന്ന പ്രതീക്ഷ. കാരണം UDF അധികാരത്തിൽ വരുമെന്ന് കേരളക്കര ഒന്നാകെ ചർച്ച ചെയ്യുമ്പോൾ ഈ ടീം UDF-ൻ്റെ 100+ സീറ്റുകളിൽ ഒന്ന് കൊട്ടാരക്കരയാകട്ടെ, ഐഷാപ്പൂറ്റി അർഹിക്കുന്ന ഒരു പോസ്റ്റിൽ കാണാനിടയാകട്ടെ. കൊട്ടാരക്കരയുടെ ആ പ്രത്യേകത നിലനിർത്താൻ സാധിക്കട്ടെ. താങ്ക് യു.